എൻ്റെ വീട്ടിൽ വന്നേച്ച്, എൻ്റെ ആളുകളിൽ പലരും എൻ്റെ വീട്ടിൽ വന്നേച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഷമീറെ നീ പറയുന്ന കേരളത്തിൽ, നീ പറയുന്ന ജില്ലയിൽ, നീ പറയുന്ന സ്ഥലത്ത്, നീ പറയുന്ന സെൻറ്റ് വസ്തു, നീ പറയുന്ന വീട്, നീ പറയുന്ന ബ്രാൻഡ് കാറ്, നീ പറയുന്ന ബാങ്കിൽ, നീ പറയുന്ന തുക, ബാങ്ക് ബാലൻസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. ബട്ട് വൺ കണ്ടീഷൻ, ഒരു 5 മിനിറ്റ് വീഡിയോയുടെ മുമ്പിൽ പറയണം, എനിക്കൊരു അബദ്ധം പറ്റി, യേശുവിൻ്റെ പിന്നാലെ പോയി, ഞാനിതാ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം ഇന്ന് ഞങ്ങൾ സെറ്റിലാക്കുമെന്ന് പറഞ്ഞു. അറിയാവോ എന്തിനാ യേശുവിൻ്റെ പിന്നാലെ നടന്ന് ഇനി തൊണ്ട കീറി നെഞ്ചു പൊട്ടി പ്രസംഗിച്ച് ചങ്ക് കലക്കേണ്ട കാര്യം എന്താ? ആളുകൾ പറയുന്ന പോലെ എന്തെങ്കിലും കിട്ടാൻ പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങുകയാണെങ്കിൽ ഓഫർ പുറകിലുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മായാ പറഞ്ഞത്, നിങ്ങൾ കോടികൾ പെട്ടിക്കൊണ്ട് ഇവിടെ തുറന്നു വെച്ചാലും ഞങ്ങൾ അറിഞ്ഞ കർത്താവിനെ വിട്ടേച്ച് ഞങ്ങൾ ഒരു തരി പുറകോട്ട് വരുത്തില്ലെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം നിന്റെ ചങ്കിനകത്ത് മുഴങ്ങണം. അമ്മാമേ, അച്ചായ, ഇന്ന് രാത്രി നീ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ, ഇന്ന് രാത്രി കട്ടിലേക്ക് കിടന്നുറങ്ങുന്ന നീ നാളെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ പോയാൽ, ആരും സഹായിക്കാനില്ലാത്ത നിത്യതയുടെ തീരത്ത് നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നീ ആരാധനയ്ക്ക് പോയാൽ നിന്നെ തടസ്സപ്പെടുത്താൻ 10 പേര് കാണും. പക്ഷെ ഈ 10 പേരിൽ ഒരാൾ പോലും നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ അവിടെ കാണത്തില്ല. നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. നീ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. അന്ന് നിനക്ക് പറയാൻ ഒറ്റ മറുപടി ഉണ്ടാവത്തുള്ളൂ, എൻ്റെ യേശുവപ്പാ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിച്ചേനെന്ന് അന്ന് നീ പറയുമ്പോൾ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസംഗം ഈ ലൈവിൽ റെക്കോർഡ് ചെയ്ത് കാലങ്ങളോളം ഷമീർ മരിച്ചാലും ഈ പ്രസംഗമായി യൂട്യൂബിൽ അങ്ങനെ കിടക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ ഇരുത്തി കേൾപ്പിച്ചതും നീ ഇന്ന് രാത്രി എവിടെ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും, അത് ടെറസിൻ്റെ മുകളിലായാലും, അത് ജനാല തുറന്നിട്ടായാലും, അത് ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്ത് പമ്മിയിരുന്നായാലും, ഇന്ന് രാത്രി നീ ഈ വചനം കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവം നാളെ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. നിനക്കൊഴിവാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഹോദരി, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്ന് രാത്രി മാറാത്ത തീരുമാനം എടുക്കണം. സ്തോത്രം. സമ്പത്ത് ദൈവരാജ്യത്തിൻ്റെ മാനദണ്ഡമല്ല. അതുകൊണ്ടാകാം, ഇല്ലാതിരിക്കാം. വഴി പോകുന്ന യാത്രയിൽ വീണ് കിട്ടിയതുപോലെ ഒരു ബോണസായിട്ട് കരുതുക ദൈവം തരുന്ന ഭൗതിക നന്മകൾ. അതിൻ്റെ അപ്പുറത്ത് അതിനൊന്നുമില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നാളെ വേറൊരുത്തൻ്റെ കയ്യിലാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മുമ്പിൽ കൂടെ ദാരിദ്ര്യം പിരിച്ച് നടന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് വലിയ സമ്പന്നതയിൽ ആഡംബരം കാണിച്ച് ജീവിച്ചവർ പലരും ഇന്ന് താളടിയായി ജീവിക്കുന്നുണ്ട്. ഇത് മാറി മറിയുന്നതാ. പക്ഷെ ഉറപ്പ് വരുത്തേണ്ടത് മാറ്റമില്ലാത്ത നിത്യതയാ. സ്തോത്രം. അപ്പൊ നോക്ക്, സൃഷ്ടാവിൽ നിന്ന് ഈ മനുഷ്യനെ അകറ്റണം. പുത്രൻ എന്ന പദവി നഷ്ടപ്പെടുത്തണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ പഠിക്കുന്നിടത്തായാലും ജോലി ചെയ്യുന്നിടത്തായാലും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോലും നിങ്ങൾ വീണു പോകരുത്. നഷ്ടപ്പെടുന്നത് ചർച്ചിലെ പ്രാർത്ഥനയോ നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും അല്ല കുഞ്ഞെ. നഷ്ടപ്പെടുന്നത് നിത്യതയുടെ പദവിയാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. സ്തോത്രം. ശരിയാ, ഞാൻ ഈ യൂത്തിനോട് യോജിക്കുന്നു. ശരിയാ, നിങ്ങൾക്കൊന്നും യോജിക്കാൻ പറ്റാത്ത, നിങ്ങളുടെ മനസ്സിനെ കഠിനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പഠിപ്പിക്കൽ ഇതിൻ്റെ അകത്തുണ്ട്. സമ്മതിക്കുന്നു. ശരിയാ, അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോകല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, അത് പാടില്ല, ഇത് പാടില്ല. ശരിയാ, നമുക്ക് ബുദ്ധിമുട്ടാതെ. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഓർക്കണം, വല്ലവിധേന ഈ കൃപയിൽ നിന്ന് നിങ്ങളെ വീഴ്ത്തി കളയാൻ അലറുന്ന സിംഹം പോലെ ഇരുട്ടിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോ വലത്തോ മാറാതെ ജീവിച്ചാൽ ആ പുത്രത്വം എന്ന പദവി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. സ്തോത്രം. എങ്ങനെയാ ആ ആദമിനെ ഹവ്വയും വഞ്ചിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഗൗരവമായി പഠിക്കണം. ഇത് തമാശയല്ലത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതം
അത്ര സുഖമുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഉത്സവപ്പറമ്പിൽ പാട്ടും മിമിക്രിയായിട്ട് നടന്ന മനുഷ്യനാണ്. ഞാൻ മിമിക്സ് കളിച്ചും പാട്ട് പാടിയും നടന്ന ആളാണ്. അത് വേറൊരു വൈബാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വേറൊരു വൈബാ. ഇന്ന് ഈ ഫീൽഡിൽ വന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അകത്ത് മിമിക്രിയും പാട്ട് കണ്ടനെ. അത് വേറൊരു ലോകമാണ്. ഉത്സവപ്പറമ്പിലെ ഗാനമേളയ്ക്ക് അവസാനത്തെ പാട്ട് പാടുന്ന ഞാനായിരുന്നു. എൻ്റെ കൂടെ പാട്ടുപാടി നടന്ന പലരും ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണ്. അവരിൽ പലരും സിനിമാ ഫീൽഡിൽ എത്തപ്പെട്ടവരുണ്ട്, റാപ്പ് മ്യൂസിക്കിൽ ചെന്ന് കയറിയ കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അത് വേറൊരു വൈബാ. ഒരു ഉത്സവപ്പറമ്പിലെ പാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 10 പേര് വന്ന് ഫോൺ നമ്പർ മേടിക്കുന്നു, അവർ വിളിക്കുന്നു, പറയുന്നു, സംസാരിക്കുന്നു. അത് വേറൊരു ലോകമാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പറയുന്ന പോലെ ഒരു ജന്മമല്ലേ ഉള്ള അളിയെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ജീവിക്കുക. അത് വേറെ വൈബാ. അത് വിട്ടിട്ട് ഇവിടെ വന്നത് ഇത് തമാശ അല്ല. ഇതിൻ്റെ അകത്ത് ഗൗരവമായ വിഷയങ്ങളുണ്ട്. നമ്മൾ ആരും വിചാരിച്ചാൽ നമുക്കിവിടെ ഒരു 60 വർഷം 70 വർഷം 80 വർഷം ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല. പറ്റുമോ? നാളെ ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് ആർക്ക് പറയാൻ പറ്റും? പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പ് വരുത്തേണ്ടത് നിത്യതയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പുത്രത്വം അകറ്റിക്കളയാൻ ഈ പിശാച് ഉപായത്താൽ ചതിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞാനിതൊന്ന് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. കർത്താവേ, ഈ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് പണ്ട് ഏദനിലെങ്ങോ നടന്നൊരു കാര്യമല്ലേ? അതെന്തിനാ കർത്താവേ ഈ പുതിയ നിയമസഭയോട്, കൊരിന്ത് സഭയോട് പറയുന്നത് എന്തിനാണ് എൻ്റെ ചിന്ത. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അന്ന് ആ പാമ്പൊക്കെ പോയില്ലേ? ഇത് പുതിയ നിയമസഭയല്ലേ? ഈ സഭയോട് എന്തിനാ പൗലോസ് ഇത് എടുത്തു പറഞ്ഞേ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ചിന്തയുണ്ട്. മോനെ, ആ പഴയ പാമ്പ് പോയി പുതിയ പാമ്പും കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഉപായം മാറിയിട്ടില്ല. പഴയ പാമ്പ് പോയി പുതിയ പാമ്പും കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ആ അന്ന് പ്രയോഗിച്ച ഉപായം മാറിയിട്ടില്ല. അവൻ അത് ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, അതെന്താ ഉപായം? ദൈവാത്മാവ് ഇടപെട്ടൊരു ദൂത് കേൾക്കണോ? മോനെ, അന്ന് പ്രയോഗിച്ച ഉപായം ഒന്നേ ഉള്ളൂ, സിമ്പിൾ. എന്താണെന്നറിയോ? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. തെറ്റി. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ദൂത് നമ്പർ 1, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പാമ്പ് പറഞ്ഞത് അല്ലേ? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മരിക്കത്തിലെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നത് ആത്മാവാണോ ജഡമാണോ? പറ. ജഡം. കാരണം എന്താ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ പ്രത്യാശ എന്താ? മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ. രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശയാണ് പറയുന്നത്. ഇനി പറയുക, കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിയണം, കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കണം. ഇനി പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ഞാൻ അത്യന്തം ഇഷ്ടപ്പെടുന്നു, അത് ഉത്തമമല്ലോ. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്ത മനുഷ്യൻ എപ്പോഴും വാഞ്ചിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മുഖം കാണാനാണ്. മനസ്സിലായോ? അപ്പം ദൂത്, അമ്മാമ്മേ 95 വയസ്സ് വരെ ജീവിക്കുന്ന ആത്മാവ് കാണുന്നു. അമ്മാമ്മയ്ക്ക് സന്തോഷമായി. 95 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയുമ്പോൾ സന്തോഷിച്ചത് അമ്മാമ്മയുടെ ആത്മാവാണോ ജഡമാണോ? ജഡം. രണ്ടാമത്തെ ദൂത്, നിങ്ങളുടെ കണ്ണ് തുറക്കും അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? നിങ്ങളുടെ കണ്ണ് തുറക്കും. ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ ഇന്നും അത് തന്നെ പറയുന്നത്. ഓ, ചിലരുടെ കണ്ണെ തൊടുന്നു. ഓ, കേട്ടില്ലേ? ഓ, നിന്റെ വയറേ, ഓ വയറിൻ്റെ വയറ്റ് എല്ലാം ജഡവാ. മൂക്കെ തൊടുന്നു, കണ്ണെ തൊടുന്നു, നടുവനെ തൊടുന്നു. അവിടെ ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ യൂട്രസ് മാത്രമേ കാണുള്ളൂ. എനിക്കറിയത്തില്ല എങ്ങനെ ഇത് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാളൊരുത്തൻ പറയാ, അമ്മ ബാത്റൂമിലിരുന്ന് മുക്കുന്ന ഞാൻ കാണുന്നെന്ന്. അത് എങ്ങനെ കാണുമെന്ന് ഞാൻ അന്നേരം തൊട്ട്, ഇവൻ ഇതെങ്ങനെ കാണുന്നു? വൃത്തി കേട്ടവൻ മുക്കുന്നത്. അപ്പം നിങ്ങളിത് ഞാനിത് നിങ്ങൾക്കറിയാവോ? സാമ്പാർഷോട് ചോദിര്, ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇതേ വെള്ളറടയുടെ പരിസര പ്രദേശങ്ങളിൽ എന്നെ വെച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അന്നും ഞാൻ
പേര് സഹിതം അന്നും ഞാൻ പറഞ്ഞു നടന്നു. സജിത്ത് കണ്ണൂർ, ജോൺ ലോറൻസ്, ടിജോ തോമസ്, ജെയിംസ് വേമന, ഫിന്നി സ്റ്റീഫൻ, റൈസൻ തോമസ്, ഇവനെല്ലാം കള്ളക്കൂട്ടങ്ങളാന്ന് അന്ന് എന്നോട് പിണങ്ങിയ ദൈവദാസന്മാർ ഈ തിരുവനന്തപുരത്തുണ്ട്. ഈ വെള്ളറടയ്ക്കടുത്ത് യഹോവ സഭയുടെ കൺവെൻഷന് വന്നിട്ട് ഈ സജിത്ത് കണ്ണൂർ എന്ന് പറഞ്ഞാൽ സ്വോത്രകാഴ്ച എല്ലാം കൂടെ സഞ്ചി വാരി കെട്ടിക്കൊണ്ട് പോയത് ഇവിടെ ചോദിച്ചാൽ അറിയാം. അന്നും ഞാൻ പറയുന്നു, ദൈവവചനത്തിൻ്റെ പഥ്യ ഉപദേശം പ്രസംഗിക്കാതെ മാജിക്ക് കളിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഇത് തട്ടിപ്പാണ്. ഇത് സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കുന്ന കളിയായത്. കാരണം പൊതുജനത്തിന് ഇത് അറിയത്തില്ലെന്ന്. പൊതുജനത്തിന് IPC എന്തുവാ, AG എന്തുവാ, ചർച്ച് ഓഫ് ഗോഡ് എന്തുവാ, ഷാരോൺ എന്തുവാ, ഷാലോം എന്തുവാ, ഇൻഡിപെൻഡൻ്റ് എന്തുവാന്ന് പൊതുസമൂഹത്തിന് അറിയത്തില്ല. പൊതുസമൂഹം കാണുന്നത് ഇതെല്ലാം പെന്തക്കോസ് എന്നാണ്. പണ്ട് കാലത്ത് ചായക്കടയിലും കലങ്ങിൻ്റെ ചവിട്ടിലും ഇരുന്ന് കമൻറ്റ് പറഞ്ഞ കാലം പോയി. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഇരിക്കുക ഈ ഞെക്കി കുത്തുന്ന സുനാമി. ഇതിൻ്റെ അകത്ത് ഓരോ ദിവസവും നടക്കുന്ന വാർത്തകൾ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ മുമ്പിലാണ് ഇവന്മാർ ഈ യൂട്രസും മുഴയും ഉളുക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കാണുന്ന പൊതുജനം മൊത്തത്തിൽ വിലയിരുത്തും. ഇതാണ് പെന്തിക്കോസ്, പെന്തോ കോസ് നടക്കുക. സത്യത്തിൽ അതാണോ? ഇതിൻ്റെ അകത്തൊരു സത്യമാർഗമുണ്ട്. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയുന്നതൊന്നും പരിശുദ്ധാത്മാവിലല്ല. ഇനി നിങ്ങൾക്ക് ഇച്ചിരൂടെ സമാധാനം വരാൻ വേണമെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിപ്പിക്കുക. സമാധാനം ഞാൻ പറഞ്ഞെന്ന് കരുതി പണം കണ്ട 2 പത്രോസ് 2:1 മുതലൊന്ന് വായിച്ചാട്ടെ ദൈവദാസനെ. പുറത്തുള്ളവരും കൂടെ എന്തായാലും ഒന്ന് കേട്ടോട്ടെ. 2 പത്രോസ് 2:1. 2 പത്രോസ് 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കാന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ശ്രദ്ധിക്കണം. അവർ പലരും അനുകരിക്കും. ഇത് നമ്മുടെ ആളുകൾ ഗൗരവമായിട്ട് മനസ്സിലായി. ഇത് പലരും അനുകരിക്കും. ഞാൻ ഒന്ന് തെളിയിക്കാം. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് പുനലൂരുള്ള ഒരാളാണ് ഈ പേരുവിളി കൊണ്ടുവന്നത്. ബി ബിന്ദു, സി സിന്ധു, രാജു, ഇങ്ങനെ ഈ പേര് വിളിക്കുന്ന പരിപാടി കൊണ്ടുവന്ന പുനലൂരുള്ള ഒരു കള്ളപ്രവാചകനാണ്. അന്ന് ആ പുള്ളിയുടെ ശിങ്കടിയായിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ ഈ സംഗതി കൊള്ളാം, നല്ല ബിസിനസ്സാണ്, വച്ച പിടിക്കുന്നുണ്ട്. അവൻ നേരെ അടൂര് പോയൊരു സ്ഥാപനം അങ്ങ് തുടങ്ങി. അപ്പോൾ ഈ പേര് വിളി അങ്ങോട്ട് മങ്ങി വന്നപ്പോൾ ഇവൻ അടൂരിലിരുന്നുകൊണ്ട് മാങ്ങയും ചക്കയും പറയാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മാങ്ങയില്ലേ? മാങ്ങയുണ്ട്. ചക്കയില്ലേ? ചക്കയുണ്ട്. ഇത് കണ്ട. അപ്പം ഇവൻ്റെ ശിങ്കിടി ഇത് അനുകരിച്ചു. അപ്പം അവൻ മാങ്ങയും ചക്കയും പറയാൻ തുടങ്ങിയപ്പോൾ അവനൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ നോക്കിയപ്പം സംഗതി കൊള്ളാം. അവൻ നേരെ ചെങ്ങന്നൂർ പോയി അടുത്ത സ്ഥാപനം തുടങ്ങി. ഇപ്പം അവനും വിളിക്കാൻ തുടങ്ങി, മാങ്ങയില്ലേ? ഇതാ പരിപാടി, അനുകരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകത്തിൻ്റെ ശുശ്രൂഷ അനുകരിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുക. ഇത് ആത്മാവിൽ ധ്യാനിച്ച് പ്രസംഗിക്കുന്നതിന് അനുകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ വേദപുസ്തകം പറയുക, ഈ കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ അവർ അനുകരിക്കും. അടുത്ത വാക്കൊന്ന് വായിച്ചു കൊടുത്തേ. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ പറ. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അപ്പൊ തുരുത്തുമൂലക്കാർ ഒരു സത്യം മനസ്സിലാക്കണം. ഒരു സത്യമാർഗം ഇവിടെ ഉണ്ട്. കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിന്റെ 2ാമത്തെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൊച്ചു കൂട്ടം, ഒരു സത്യമാർഗം ഇവിടെ ഉണ്ട്. ഈ കള്ളന്മാർ കാരണം അത് ദുഷിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷെ ദയവായി ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഇത് ദൈവസഭയാ, ഇത് സത്യമാർഗമാ. അപ്പൊ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. 2 കണ്ണ്,
തുറക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ പഠിപ്പിക്കൽ എന്താ? നിങ്ങൾ 2 കണ്ണുള്ളവനായി നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു കണ്ണങ്ങ് പോട്ടെ, അത് സുഖമായില്ലേലും കുഴപ്പമില്ല, നിങ്ങളങ്ങ് നിത്യതയിൽ കണ്ടാൽ മതി. മനസ്സിലായോ? നമ്മൾ പറയുന്നത് അങ്ങനല്ല, നിത്യത അങ്ങ് പോകുന്നെങ്കിലും പൊക്കോട്ടെ, കണ്ണ് ശരിയായാൽ മതിയെന്ന്. കർത്താവ് പറഞ്ഞു, വൈകല്യമുള്ളവനായി വികലാംഗനായി നീ സ്വർഗത്തിലെത്തിയാലും 2 കാലും ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് വികലാംഗനായി നിത്യതയിലെത്തിയാൽ മതി. നിന്റെ മുഴ മാറിയില്ലേലും കുഴപ്പമില്ല അമ്മാമ്മേ, മേളിൽ ചെന്നാൽ മതി, മുഴ അവിടെ ഇരുന്നോട്ട്. സ്തോത്രം. മനസ്സിലായോ? എന്തല്ലോ ഏനക്കേടാ, നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതി പരിപാടിയാന്നും പറഞ്ഞ കർത്താവിനെ കൊണ്ട് ഇവന്മാർ നടക്കുന്നത്. എൻ്റെ ദൈവം മരിച്ചവനെ ഉയർപ്പിച്ച ദൈവമാണ്. എൻ്റെ ദൈവം നിൻ്റെ ചൊറിയും ചരങ്ങും മാറ്റാനുള്ള ഗതികേടിലൊന്നും വന്നിട്ടില്ല. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് കൃത്യമായ ഉദ്ദേശവും പദ്ധതികളും ഇതിൻ്റെ അകത്തുണ്ട്. അല്ല ആരെങ്കിലും ഉണ്ടോ സൗഖ്യമാക്കാനൊന്നും ചോദിച്ച് നടക്കുകയല്ല യേശു. സ്തോത്രം. അപ്പം 2ാമത്തെ ദൂത് കണ്ണു തുറക്കും, ജഡത്തെ സന്തോഷിപ്പിക്കുക. 3ാമത് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ. അപ്പോൾ ഒരു കുട്ടി ദൈവമാക്കി മാറ്റാം, ആൾ ദൈവമാക്കി മാറ്റാം. ഇപ്പം കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേലല്ലോ. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോന്ന് വരിക. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടച്ചാര്. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ പിശാചിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ രംഗപ്രവേശനം, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് തിരിച്ചറിയണം. നീ ഏത് തെറ്റിലേക്ക് പോയാലും ഒരു പ്രശ്നവുമില്ല, നിനക്കൊരു മുടക്കവും വരത്തില്ല. പക്ഷെ നീ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതാണ് ഇരുട്ടിൻ്റെ ആത്മാവിന് ഏറ്റവും എതിർപ്പുള്ള കാര്യം. ആമേൻ. ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ രംഗപ്രവേശനം ചെയ്തു. അപ്പോഴാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്കുള്ള വഴി തുറന്നത്. എന്താ? യഹോവയായ ദൈവം ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവൻ തിന്നാതിരിക്കേണ്ടതിന് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന്, എന്ന് പറഞ്ഞാൽ സ്വൈര്യമായിട്ട് മേലനങ്ങാതെ ജീവിച്ചുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ഇനി വിയർത്തു ജീവിക്കടാ. കണ്ടോ പണി കിട്ടിയ? കണ്ടോ? എടുത്ത നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ന് രാത്രി എല്ലാ മനുഷ്യന്മാരും കേട്ടോണം, മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം പുത്രത്വം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യരോടും പറയാം, ഈ ഭൂമിയിൽ 70-80 വയസ്സ് വരെ ആയുസ്സും തന്ന എന്നെയും നിങ്ങളെയും ഇവിടെ പടച്ചിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അറിയാവോ? അന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിച്ചിട്ട് ആ പറുദീസയിലേക്ക് ജയിച്ചു ചെല്ലാൻ, ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിപ്പാൻ തരാമെന്ന്. എങ്ങനെ തിരിച്ചു പിടിക്കും പാസ്റ്ററെ? അതിന് എത്ര രൂപ ചെലവ് വരും? ഇന്ന് രാത്രി തുരുത്തിമൂലയോട് പറയാം, ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മുട്ടയിലെ തൊലി കളഞ്ഞ് നീ മുട്ടിലടഞ്ഞ് നടക്കണ്ട. പിന്നെന്താ? അവനെ കൈക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഒറ്റ മാർഗം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പുത്രത്വം തിരിച്ചു കിട്ടും. അങ്ങനെങ്കിൽ ഈ 70-80 വയസ്സ് വരെ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കാൻ. കൃപയാൽ 20 വയസ്സിൽ അത് തിരിച്ചു പിടിച്ചവർ ഇതിൻ്റെ അകത്തുണ്ട്. 25 വയസ്സിൽ തിരിച്ചു പിടിച്ചവർ ഇതിൻ്റെ അകത്തുണ്ട്. 30 വയസ്സിൽ ആ പുത്രത്വം തിരിച്ചു പിടിച്ചവരുണ്ട്. 50 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്. 80 തിരിച്ചു പിടിക്കാത്തവരും ഈ ശബ്ദപരിധിയിലുണ്ട്. അതുകൊണ്ട് സഹോദര, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്ന് രാത്രിയിൽ ആ പുത്രത്വം തിരികെ പ്രാപിക്കണം. സ്തോത്രം. അതൊഴികെ ബാക്കി ഈ ഭൂമിയിൽ നീ നേടിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. ഒരു മൊട്ടു സൂചി പോലും നീ കൊണ്ടുപോവുകയല്ല. ചിലത് കണ്ടിട്ടില്ലേ? നല്ലൊരു ഉടുപ്പ് പോലും മേടിക്കുകയല്ല. കീറിയ വന്യന് വിട്ട് പിന്നെയും സമ്പാദിച്ച്. എടാ നല്ലൊരു ഉടുപ്പ് വേണം.
എല്ലാം സമ്പാദിച്ച് വെച്ചേച്ച് ഒരു ദിവസം രാത്രി കിടന്നു, അറ്റാക്ക്, ചത്തു. ആർക്ക് വേണ്ടി? ഒരു മൊട്ടുസൂചി പോലും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും കൊണ്ടുപോകത്തില്ല. നഗ്നനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ തിരിച്ചു പോകും. ഈ ലോകത്തിൽ നേടിയതുണ്ടെങ്കിലും കണ്ട് ആശ്വസിക്കണ്ട. എനിക്ക് അതുണ്ട്, ഇതുണ്ടല്ലോ, അതുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, സന്തോഷിക്കണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാണനെ ദൈവം ചോദിച്ചാൽ നിന്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഇന്ന് രാത്രി ഒരു ഉത്തരം കണ്ടെത്തണമെന്ന് ഈ സുവിശേഷ യോഗത്തിൻ്റെ ഉദ്ദേശം. സ്തോത്രം. അപ്പൊ പാപം നിമിത്തം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, കേൾക്കണം, അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? സൃഷ്ടാവായ ദൈവത്തെ അങ്ങ് മറന്നിട്ട് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. സൃഷ്ടിച്ച ദൈവത്തെ അങ്ങ് മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ പിള്ളേരോട് ചോദിക്കാം, കൊച്ചുങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കട്ടെ. മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. കണ്ടോ, കുഞ്ഞിന് മനസ്സിലായി. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. പിള്ളേർക്ക് മനസ്സിലായിട്ടും വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്, ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? ഈ മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ. അവൻ സൃഷ്ടിച്ച് എങ്ങനെ വേണം? ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്തത്? ആരുണ്ടാക്കി തരും? ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഡിം, ദാ കിടക്കുന്ന വാഴപ്പിണ്ടി. ഈ പേട്ട് മനുഷ്യൻ. ഇവനാണോ സൃഷ്ടാവിനെ നിർമ്മിക്കുന്നത്? എടാ, വേദപുസ്തകം പറയുന്നു, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, എത്ര തണ്ടും തടിയുള്ളവനാണെങ്കിലും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ദേ ഇല്ല, പുലേനാർ കോട്ടയിൽ പോയി കിടന്ന് എന്ത് ചെയ്യും? വലിക്കും. അല്ലയോ? ഈ മനുഷ്യന്മാരുടെ ചിന്ത എന്താ? ഇച്ചിരി തിന്ന് കുടിച്ച് ഇച്ചിരി തണ്ടും തടിയൊക്കെ ആയി, ഇല്ല ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ ഉരുട്ടി അവിടെ എവിടെയൊക്കെ ഒന്ന് മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ എവൻ്റെ ചിന്ത ആരും കയറി എന്ത് ചെയ്യാവുന്ന? എടാ എടാ എടാ, മേപ്പോട്ട് വലിക്കുന്ന ഒരു ശ്വാസമേ ഉള്ളൂ. നീ അത് കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും റോഡേ കിടക്കും, പിന്നെ ചുമന്നുകൊണ്ട് പോകണം. അതുകൊണ്ട് മനുഷ്യനെ പേടിച്ചില്ലെങ്കിലും മിനിമം ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ നല്ലതാ. സ്തോത്രം. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ടും മനുഷ്യൻ പാപം അകത്ത് കയറിയപ്പോ സൃഷ്ടാവിനെ അങ്ങ് മറന്നെന്ന്. മനസ്സിലായില്ല? എന്നാ ഇനി മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയാം. 2018 കേരളത്തിൽ ജലപ്രളയം വന്നോ? പറ, വേഗം പറ. വന്നു. ഞാൻ പറയുന്ന സത്യമാണെങ്കിൽ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം പാസ്റ്ററെ അത് ചുമ്മാതാന്ന് പറയട്ടെ. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ, ഉള്ളതാണോ? പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ പാഞ്ഞു വരുന്നുണ്ട്. ചാക്കോച്ചൻ ഒരൊറ്റ വിളി വിളിച്ചു കാണും. സത്യമായി ഒരു തരി കള്ളം ചേർക്കാതെ നിങ്ങൾ പറ, ചാക്കോച്ചൻ വിളിച്ചത് എന്താ? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ, എന്നെ രക്ഷിക്കുന്നതാണോ? സത്യമായി പറ. എന്നെ മനുഷ്യനാണെങ്കിൽ അവൻ ആദ്യം പെണ്ണുമ്പിള്ളയെ പോലും നോക്കത്തില്ല, എന്നെ രക്ഷിക്കണേന്ന് വിളിച്ചു. ചാക്കോച്ചൻ ഹെലികോപ്റ്റർ പാഞ്ഞ് വന്ന് ചാക്കോച്ചനെ ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിലൊരു പദം പറയും, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവത്തിൻ്റെ കരം, ഈശ്വരൻ്റെ കരം, സൃഷ്ടാവിൻ്റെ കരം. അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മനുഷ്യനെന്ന് പറയുന്ന സകല ഇരുകാലികളും കേട്ടോണം,
മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ദൈവം. മൂക്കി ശ്വാസമുള്ള ഈ പേട്ട് മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയാണ് ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് അവൻ പറയും. നീ പറയുന്നതൊക്കെ ചിലപ്പോൾ ബംഗാളി കേൾക്കും, അങ്ങനെ ചെയ്യാം സേട്ടാ. അതുപോലെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ഈശ്വരൻ സൃഷ്ടാവ്. അവൻ മഹാദൈവം, ഈ അണ്ടകടാകത്തെ മുഴുവൻ വാക്കിനാൽ ഉരുവാക്കിയ സൃഷ്ടാവ്. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സർവശക്തനായ ദൈവത്തെ കൺട്രോളിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി പെന്തക്കോസുകാരോടും കൂടെ ഞാൻ പറയാം, ഇപ്പം ചില ക്ഷുദ്രജീവികൾ സ്റ്റേജിൽ കയറി കിടന്ന് ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങട്ടെ അവൻ പറയുമ്പോൾ ഇറങ്ങാനും കയറാനും അവൻ്റെ വേലക്കാരനാണോ പരിശുദ്ധാത്മാവ്? തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവമാണ്. കൂടിയതും കുറഞ്ഞതില്ല. തൃത്വം എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവം. ആ ദൈവത്തെ മൂക്കി ശ്വാസമുള്ള ഉപദേശി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്ന ദൈവത്തിൻ്റെ വചനം. നീ ആത്മാവിനെ അനുസരിപ്പിക്കണ്ട. ഇപ്പോഴത്തെ ശുശ്രൂഷകളൊക്കെ പിള്ളേര് കളിയാ. കുറേ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കളിക്കാനുള്ളതല്ല ശുശ്രൂഷ. സ്തോത്രം. പോട്ടെ, തിരിച്ചു വരാം. അപ്പൊ പാപത്തിൽ വീണുപോയ മനുഷ്യൻ ഒരു മോക്ഷത്തിനു വേണ്ടി കൊതിക്കുക. അവൻ ഈശ്വരനെ തേടി അലയാൻ തുടങ്ങി. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തുകൊണ്ട് മനുഷ്യൻ ഈശ്വരനെ തേടി അലഞ്ഞു, മോക്ഷം തേടി അലഞ്ഞു. അവന്റെ നിലവിളികൾ പ്രാർത്ഥനാ സൂക്തങ്ങളായി കുറിക്കപ്പെട്ടു. അവൻ നിലവിളിച്ചു, അസതോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ. എന്താ അർത്ഥം? ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ. പാപമെന്ന ഇരുട്ടിന്റെ പടുകുടിയിൽ നിന്ന് മോക്ഷമാകുന്ന വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന മറ്റൊന്നുണ്ട്, സ്വഹീഹായ ഹദീസുകൾ എന്ന് പറയും. പ്രവാചക ദിനചര്യകളെന്ന് അർത്ഥം വരുന്ന ഹദീസുകളിൽ ഇമാം മുസ്ലിം എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിരിക്കുകയാ, ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു. ദിവസേന 100 പ്രാവശ്യം ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുമെന്ന് തൗബായെക്കുറിച്ചുള്ള ഹദീസുകളിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയപ്പോൾ പൗലോസ്ലീഹ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതാർ. സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് അവനൊരു മോക്ഷം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളൊക്കെ നടത്തി നോക്കി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി നടത്തി നോക്കി. കിട്ടിയോ മോക്ഷം? കിട്ടിയോ? കിട്ടിയില്ലെന്ന് അകത്ത് കിടന്ന് ചപ്പാത്തി ഉരുട്ടുക. ആകുന്ന പണി 58 ചെയ്ത് മോക്ഷത്തിന് വേണ്ടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, അതെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ സഞ്ചരിക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ, അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഈ തുരുത്തിമൂലയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു.
അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, ഇരുട്ടിന്റെ, തെറ്റിന്റെ, തിന്മയുടെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഈ കൃതിയിൽ ഇല്ലവേ ഇല്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വരി എൻ്റെ വക ഇരിക്കട്ടെ, മറ്റൊരുത്തിയിലും അതെൻ്റെ വക. അപ്പൊ യേശു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. കേൾക്കണം, 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃകയുള്ള ജീവിതം കാണിച്ചു തന്നു. ഇപ്പോഴത്തെ പിള്ളേർ 18 കാത്തിരിക്കുക, കാണിച്ചു തരാൻ തള്ളയെന്ന്, 18 ആവട്ടെന്ന്. പഠിച്ചോണം, 30 വയസ്സ് വരെ സാക്ഷാൽ ദൈവം കീഴടങ്ങി ജീവിക്കുക. 33 തിരുവയസ്സിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിലേക്ക് നടന്നു കയറി. സ്തോത്രം. യേശുവിനെ ആരും കൊന്നതല്ല, യേശു പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കാനായി ലോകത്തിലേക്ക് വന്നവനാ. ഇന്നാളൊരാൾ എന്നോട് ചോദിച്ചു, യേശു എവിടെങ്കിലും ഞാൻ ദൈവമാണെന്ന് സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതിന് യേശുവിൻ്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിന് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മോഡി സാറാണ്. ഈ മോഡിജി നമ്മുടെ നാട്ടിൽ വന്നാൽ അദ്ദേഹം ഈ റോഡിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണോ, ഞാൻ പ്രധാനമന്ത്രി, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യേ പ്ലീസ്. സത്യമായിട്ട് ഞാനാണ്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് താൻ ദൈവമാണെന്ന് തെളിയിക്കാനല്ല, മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ തൻ്റെ പ്രാണൻ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. അബദ്ധത്തിൽ വന്നതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് വന്നതാ. ഇന്ന് രാത്രി പുറംകണ്ണ് അടച്ചകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ. ഓരോ ചാട്ടവാറടിക്കും പീസു പീസായി മാംസ കഷണങ്ങൾ ഇളകി തെറിച്ചെന്ന, തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ച് കയറ്റി തലയോട്ടികൾ പിളർന്ന ആഴത്തിലേക്ക് കൂർത്ത മുള്ളുകൾ ഇറങ്ങിയെന്ന, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിത്തുളച്ചു. പ്രാണനാഥൻ്റെ മുഖത്ത് മനുഷ്യൻ്റെ വായലിരിക്കുന്ന നാറുന്ന തുപ്പൽ യേശുവിൻ്റെ മുഖത്തേക്ക് പതിച്ചെന്ന്. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ ഞാനും സഭയുടെ പിറകിൽ കസേരയിൽ ഇരിക്കുമ്പോൾ ദൈവദാസൻ ആ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുക ഒരു വാചകം പറഞ്ഞു. അവൻ വായ തുറക്കാതെ ഇരുന്നു. യേശു വായ തുറക്കാതിരുന്നു. ഇത്രയും പീഡനങ്ങൾ ഏറ്റിട്ട് ഒരക്ഷരം മിണ്ടാതെ വായ തുറക്കാതിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞു. എൻ്റെ അകത്തളത്തിൽ ഞാൻ ചോദിച്ചു, ദൈവമേ, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക്, ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പി നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? ലാസറേ പുറത്തു വാ എന്ന ഒറ്റ വാചകം കൊണ്ട് 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ആ ക്രൂശിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോയെ പോലെ സ്ലോ മോഷനിൽ ഇറങ്ങി നടന്നു വരുവാൻ അങ്ങേക്ക് കഴിയുമായിരുന്നിട്ടും അങ്ങെന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് മറുപടി തന്നു. ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ എൻ്റെ യേശുവിൻ്റെ മേലായി. എന്നെയും നിന്നെയും നരകത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ
യേശു ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. ഇന്ന് രാത്രി തുരുത്തിമൂലയോട് വിളിച്ചു പറയാം, ആ 3 ആണി കൊണ്ട്, ആ കാൽവരി കൊണ്ട്, ആ അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ കൊണ്ട് യേശു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. തുരുത്തിമൂലയിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഈ തുരുത്തിമൂലയിൽ ഒരു കൺവെൻഷൻ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ പാടുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, ഒരു കണ്ണാടിക്കൂടിൻ്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട്, പിശാചിനെ ജയിച്ചുകൊണ്ട്, ലോകത്തെ ജയിച്ചുകൊണ്ട് എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഈ 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അയ്യോ, എനിക്ക് എന്തൊരു സന്തോഷം. ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ. യേശു ഈ 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം. അയ്യോ, എന്തൊരു സന്തോഷം. ഇവരെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്ന് രാത്രി ഈ 9:10 ജീവിക്കുന്ന ദൈവം അല്ലേ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. സത്യമായിട്ടും ഭിത്തിയിലിരിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ഇപ്പോഴും ജീവിക്കുന്നവരെ ആരെങ്കിലും ഭിത്തിയെ കയറ്റുമോ? യോ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ യോഗം കഴിഞ്ഞ് പോകുമ്പം നിങ്ങളുടെ മക്കൾ കെട്ടിയവൻ്റെ പടം എടുത്ത് ഭിത്തിയാൽ ആണി അടിച്ച് വെച്ച് മാലയിട്ട് തിരിയും കത്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ മക്കളെ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെ കേട്ടുണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? ആന്നോ? ചങ്ക് പടയ്ക്കും. ജീവനോടിരിക്കുന്ന എൻ്റെ അപ്പനെ എടുത്ത് ഭിത്തിയെ വെച്ചോടാ എന്ന് ചോദിക്കും. എൻ്റെ യേശു ജീവിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വെക്കരുത്. ഇന്നാളൊരാളിന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളെ അയാളോട് പ്രാർത്ഥിക്കത്തൊന്നും ഇല്ല, പിന്നെ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പം മനസ്സിൻ്റെ അകത്ത് ഒരു ഒരു യേശുവിനെ കുറിച്ച് ഒരു ഇത് വരാൻ വേണ്ടി നമ്മളൊരു ഇത് അവിടെ നല്ല ഒരു ഇതാ സ്തോത്രം, നല്ലതാ, ഇത് വെച്ചോ, നല്ലതാ. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് മുടിയും വളർത്തിയിരിക്കുന്ന യേശുവിനെ വെച്ച് അപമാനിക്കരുത്. പകരം വരയ്ക്കാൻ കഴിവുള്ള ഒരുത്തനെ വിളിച്ച് മുമ്പിലോട്ട് ഇരുത്തിയിട്ട് വെളിപ്പാട് പുസ്തകം അങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് അവനോട് പറയണം, വരച്ചു താടാ യേശുവിനെ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാല പോലെ തീക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ളവനായി, ആമേ രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. വരയ്ക്കടാ, വരയ്ക്കടാ, വരച്ച് വെക്കടാ, വരച്ച് പോയി. അല്ല, പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആന്റണിയെ പോലെ മുടിയും നീട്ടി വളർത്തി. നിനക്ക് നാണമില്ലേ? സ്തോത്രം. യേശു ജീവിക്കുന്നു. മനസ്സിലായോ? ആ യേശു ജീവിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറി. എന്താ കൽപ്പന? പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഈ നാട്ടുകാർ ചിന്തിക്കുക, എന്തിനാ ഇവന്മാർ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്ന? മനുഷ്യന് ചെവിതല കേൾക്കണ്ട, ശബ്ദം ശബ്ദം ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണം, തുരുത്തിമൂലക്കാരെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ശല്യം ഉണ്ടാക്കാനോ അല്ല ഞങ്ങൾ ഈ യോഗം നടത്തുന്നത്, മറിച്ച് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ. ഞങ്ങൾക്കത് അനുസരിച്ചേ പറ്റൂ. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. ഇനി കേട്ടോ, ഗൗരവമായ 1-2 ചിന്ത കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ അന്ത്യകൽപ്പന കൈമാറിയ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുവാൻ ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറയുമ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യഗണം തല ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുക. ഉടനെ
സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 ദൂതന്മാർ ഇറങ്ങി വന്ന് തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം ബൈബിളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് മൈക്കിലൂടെ വായിച്ചു കേൾക്കാം. ഇനി അങ്ങോട്ട് പറയുന്ന വേദഭാഗങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും പരിശോധിച്ചോണം പുസ്തകത്തിൽ ഉണ്ടോന്ന്. വായിരച്ച 1:11. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. രാത്രി തുരുത്തുമൂലയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? കാതും കണ്ണും തുറന്ന് കേട്ടോണം. പെന്തിക്കോസുകാർ ഉണ്ടാക്കി പറയുന്നതാണോ അതോ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത വചനത്തിലുള്ളതാണോ എന്ന് കാത് തുറന്ന് കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കിക്കോണം. വായര് താഴോട്ട്. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നിക്കട്ടെ, ശിഷ്യന്മാര് ഒലിവുമല വിട്ട് എവിടെ വന്നു? യെരുശലേമിൽ വന്നു. ഇത്രയല്ലേ ഉള്ളൂ, മതി. സ്വന്തം വ്യാഖ്യാനം ഒന്നും വേണ്ട, വായിച്ചത് അങ്ങ് വായിച്ചു പോട്ടെ. അടുത്തത്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിക്കട്ടെ, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത താമസിച്ചിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. ആരൊക്കെയാ കയറിപ്പോയെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ എണ്ണി പറയും, കണ്ണു തുറന്ന് നോക്കിക്കോണം പുസ്തകത്തിലുണ്ടോന്ന്. വായര്. പത്രോസ്. ആരാ പത്രോസ്? ആരാ? 1-ാമത്തെ പോപ്പെന്നും 1-ാമത്തെ മാർപ്പാപ്പയെന്നും ക്രൈസ്തവ സമൂഹത്തിൽ പലരും വിശ്വസിക്കുന്നയാൾ ആര്? പത്രോസ്. അപ്പൊ മേപ്പോട്ട് കയറിപ്പോയുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗ ഉണ്ടോ? പറ. ഉണ്ടോ? ഉണ്ട്. അടുത്തത്. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് എന്ന് പറഞ്ഞാൽ തോമാസ് ലീഗ എന്ന് നമ്മൾ പറയുന്ന ആള്, തോമാസ് ലീഗ. അപ്പൊ അങ്ങോട്ട് കയറിപ്പോയവരിൽ പത്രോസ് ലീഗ ഉണ്ട്, തോമാസ് ലീഗ ഉണ്ട്. ഇനി വായിര്. ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ അതാരാ? യൂദാസ് ലീഗ. പ്രധാനപ്പെട്ട 3 സ്ലീഹമാര്, പത്രോസ് ലീഗ, തോമാസ് ലീഗ, യൂദാസ് ലീഗ. മേപ്പോട്ട് കയറിപ്പോയവരുടെ ഉണ്ടോ അതോ ഇനി ഞാൻ ചുമ്മാ പറയുന്നതാണോ? ഉണ്ടോ? ഉണ്ട്, കയറിപ്പോയി. അടുത്തത്. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും നിക്ക് യേശുവിന്റെ അമ്മയായ മറിയോടും ഉണ്ടോ? ബൈബിളിൽ ഉണ്ടോ അതോ ഈ പെന്തിക്കോസുകാര് ചുമ്മാ പറ്റിച്ച് പറയുവാന്നോ? അല്ല, ഉണ്ട്. മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിക്കട്ടെ, ഇപ്പൊ മേളിലോട്ട് കയറിപ്പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ? ഞാൻ ഒന്നുകൂടെ പറയാം, പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കിക്കോ അതോ ഞങ്ങൾ ചുമ്മാ പറയുന്നതാണോ നോക്കിക്കോ. മേലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. അങ്ങനാന്നോ? വള്ളിയെങ്കിലും ഞാൻ കൂട്ടിയോ? പുള്ളിയെങ്കിലും കുറച്ചോ? ഇല്ല. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കണ്ടേ. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒന്നോടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കേട്ടെ, അവര് മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ. അങ്ങനാണോ? അങ്ങനാന്നോ അമ്മാമ്മേ? പെന്തക്കോസ് കാർ ആന്നോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമ്മേ. പെന്തക്കോസ് നാൾ വന്നപ്പോൾ. അതേത് നാളാമ്മാമ്മേ? 50-ാം പെരുന്നാള്. അതേത്? പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നെന്ന്. പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ആരാന്ന് ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളും യേശുവിന്റെ അമ്മ മറിയയും സഹോദരങ്ങളും. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്തത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? പറഞ്ഞേ.
ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാ നമ്മുടെ നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയല്ലേ? ഉണ്ടെന്നില്ല. ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഹ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമസ് ലീഹ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഹ. ആണോ? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞെന്നല്ലേ? ആണോ? അതോ ഇവരെല്ലാം അന്യഭാഷയിലിരുന്ന് കലപിലപില എന്ന് പറയുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പത്രോസ് ലീഹ അങ്ങ് ഇറങ്ങിപ്പോയെന്നാണോ? ആണോ? അല്ല, എല്ലാവരും അന്യഭാഷ പറഞ്ഞു, മറിയ ഉൾപ്പെടെ. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയും, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. അതിൻ്റെ പരമ്പരയായത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് പുസ്തകത്തിലുള്ള ഒരു വരി എൻ്റെ വക ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല. ഒരു വരി മാറ്റി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ദൂതനായാലും ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മാറ്റിപ്പറിപ്പിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. പുസ്തകത്തിൽ എഴുതിയിരുന്നതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പോപ്പ് മാർപ്പാപ്പ പത്രോസ് എഴുന്നേറ്റ് ആത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. നിൽക്കട്ടെ, എന്തുകൊണ്ടു? നിങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു ഉണ്ടോ? 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 ഇല്ല. പിന്നെ എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം. വേദപുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്തുകൊള്ളും? കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് കയറിയപ്പോൾ ചങ്കത്ത് കുത്തുകൊണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി ചിലരുടെ ചങ്കത്തൊക്കെ എന്തു കൊള്ളുന്നുണ്ട്? കുത്തുകൊള്ളുന്നുണ്ട്. നാളെ രാവിലെ സാമ്പാഷ വിളിച്ചിട്ട് പറയാം, സാമ്പാഷേ എന്നാലും ഞങ്ങളെ ക്ഷണിച്ച് വരുത്തി ചർച്ചിലിരുത്തിയേച്ച് കൊല്ലത്തുനിന്ന് ഒരുത്തിനെ കൊണ്ടുവന്ന് കൂത്തണ്ടായിരുന്നു എന്ന് പറയരുത്. ഞാനല്ല കുത്തുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തും. പണ്ട് യാക്കോബക്കാരുടെ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഉടനെ പറയും, ചുമ്മാതാ, യാക്കോബക്കാരൊന്നും അങ്ങനെ പാസ്റ്റർമാരെ വിളിക്കത്തില്ലെന്ന്. സത്യ. എന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് കൂടെ പറയാം. യാക്കോബക്കാരുടെ കുടുംബ വീട്ടിൽ ഒരാൾ പെന്തിക്കോസിൽ പോയി. അവർക്ക് ഈ കുടുംബയോഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ കറങ്ങി വരും. അങ്ങനെ കറങ്ങി വന്നപ്പോൾ ഈ ഷായിച്ചാൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം ഷായിച്ചാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. കുടുംബയോഗമല്ലേ, എനിക്കൊരു വിരോധവും ഇല്ല. പള്ളിക്കാരോട് പറഞ്ഞു, അച്ഛൻ നടത്തിക്കോളാം, എൻ്റെ വീട്ടിൽ വെച്ചോളാൻ പറഞ്ഞു. ഒരു സന്തോഷമായി. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ. എന്താ? പ്രസംഗിക്കേണ്ട ആളെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടീഷനിലാണ് ഞാൻ അവിടെ ചെന്നത്. അല്ലാതെ എന്നെ എങ്ങാണ് അവർ വിളിക്കുമോ? അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ പറഞ്ഞ പോലെ ദൈവവചനത്തിൻ്റെ പഥ്യവചനങ്ങൾ അവരെ കൊണ്ട് വായിപ്പിച്ചു. അവരുടെ പുസ്തകത്തിൽ അവരെ കൊണ്ട് വായിപ്പിച്ചു. ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടു. യോഗം കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ വന്നിട്ട് എന്നെ 70 വയസ്സെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓടി വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു പറയാം, എൻ്റെ പൊന്നു മോനെ, ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ഗതികേടുണ്ടായല്ലോടാ കുഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ്റെ കയ്യിൽ ഈ പ്രായത്തോളം ബൈബിളുണ്ട്. പക്ഷെ അതിൽ ഞാൻ വായിപ്പിച്ച പല വേദഭാഗങ്ങളും ഈ പ്രായത്തിനിടയ്ക്ക് അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. മനസ്സിലായോ? അതെങ്ങനെ കാണാനാ? ബൈബിൾ വീട്ടിലുണ്ട്, വായിക്കൂല. അതെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും കിട്ടുന്ന പേപ്പറും തുണ്ടും എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ട് വെക്കുക. എന്നിട്ട് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് വെച്ച് അന്നനത്തിരിയും കത്തിച്ച് പുകച്ച് ബൈബിൾ എടുത്ത് അവിടെ വെച്ചേച്ച് ഞങ്ങളുടെ നാട്ടിലാണ് റോഡിൽ കൂടെ ഓലക്കാലും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. ഓലക്കാല് പിടിച്ചുകൊണ്ട് നടക്കുക അല്ല, അതിനേക്കാൾ അഭിമാനമാണ് ജീവന്റെ വചനം. സ്തോത്രം. നീ ഇത് വായിക്ക്. നീ ഒരു പെന്തിക്കോസുകാരനെ വാക്ക് കേൾക്കണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. നീ പുസ്തകം വായില്, അതിൻ്റെ അകത്തുണ്ട് സത്യം. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുക, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസ് എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ആളെ കൂട്ടി പ്രസംഗിച്ചവന്റെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ?
പിന്നെന്തുവാന്ന് വായിച്ചേ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കണ്ടോ, കുത്തുകൊണ്ടിട്ട് ചോദിക്കുക. ദൈവദാസന്മാരെ, നിങ്ങൾ അവിടെ ആത്മാവിൽ ഓരോന്ന് പ്രസംഗിക്കുമ്പോഴും ഇവിടെ എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട്, പോപ്പവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആരുടെ കൽപ്പന? നിങ്ങൾ പറ. ഷമീർ കൊല്ലം പറഞ്ഞതോ? ആരുടെ കൽപ്പന? ഒന്നാമത്തെ പോപ്പിന്റെ പത്രോസ്ലീഹയുടെ കൽപ്പന. നിങ്ങൾക്ക് പാപമോചനം വേണോ? ആ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കണോ? അകത്തു കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണോ? ഒരു നാണയത്തൊട്ട് ചെലവില്ല. 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇത് തന്നെയല്ലേ ഞങ്ങളും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു വരി ഞങ്ങൾ കൂട്ടി പറഞ്ഞോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇത് തന്നെയല്ലേ എഴുതിയേക്കണേ? പത്രോസ് ഒന്നാമത്തെ പോപ്പിന്റെ കൽപ്പന. പാപമോചനം വേണോ? ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിനും. മറ്റൊരു വഴിയില്ല, സ്നാനപ്പെട്ടേ തീരൂ. എങ്ങനെ സ്നാനപ്പെടണം? മാനസാന്തരപ്പെട്ട്. നാളൊരു സഹോദരി വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ എനിക്കൊരു സംശയം. ഞങ്ങൾ കുഞ്ഞുനാളിലെ സ്നാനപ്പെട്ടതാ, അപ്പം ഇനി സ്നാനപ്പെടണോ? അപ്പം മാനസാന്തരമോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നാണല്ലോ പുസ്തകം കൽപ്പിച്ചേക്കുന്നത്. അപ്പം മാനസാന്തരം കുഞ്ഞിലെ നടക്കുമോ? എന്താ ഈ മാനസാന്തരം? യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നെ ചേർക്കാൻ അങ്ങ് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കണം, മകളാക്കണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ ആ മാനസാന്തരം സംഭവിക്കുന്നത്. പാപിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് മാനസാന്തരം. ആ തിരിച്ചറിവ് ഏറ്റുപറയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു കുഞ്ഞിന് പാപിയാണെന്നുള്ള തിരിച്ചറിവ് പറ്റുമോ? നിങ്ങൾ പറ. മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞു പാവേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അങ്ങനല്ലേ കിടക്കുള്ളോ? ആണോ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനപ്പെടുത്താം. കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്നതിന് എതിരില്ല, പക്ഷെ കുഞ്ഞ് പറയണം. ചില ആളുകൾ പറയും, പാസ്റ്ററെ ശിശു സ്നാനം ഇല്ലല്ലോ. ഇല്ല. മുതിർന്ന സ്നാനമാണോ? അല്ല. ശിശു സ്നാനമാണോ ശരി? അല്ല. പിന്നെ മുതിർന്ന സ്നാനമാണോ ശരി? അല്ലെന്ന്. പിന്നെ വിശ്വാസ സ്നാനം. ഒരുത്തൻ കാള പോലെ മുതിർന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ മുക്കിയിട്ട് കാര്യമുണ്ടോ? വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരം സംഭവിക്കണം. മാനസാന്തരം ഒന്ന് എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിന് മാനസാന്തരം സംഭവിക്കില്ല. അപ്പോൾ ഇന്നാൾ വേറൊരു ആൻറ്റി പറഞ്ഞു, പാസ്റ്ററെ കുഞ്ഞിനും ഏറ്റു പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതിനുവേണ്ടി പകരത്തിന് ഏറ്റു പറയാൻ ഞങ്ങൾ വേറൊരാളെ. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ പറഞ്ഞു. ഉണ്ടോ? ഉണ്ടായിരിക്കും. വിവാഹ നിശ്ചയത്തിന് പോയിട്ടുണ്ടോ പള്ളിയിൽ? പറ, വേഗം പറ. പോയിട്ടുണ്ടോ എൻഗേജ്മെൻറ്റിന്? ഉണ്ട്. അപ്പോൾ ഈ പള്ളിയിലെ അച്ഛന്മാർ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാകുന്നുവോ? ചോദിക്കാറുണ്ടോ? അത് ഞാൻ ഇല്ലാത്ത പറഞ്ഞ നാട്ടുകാരെന്നെ പറയും, അതുകൊണ്ടായി ചോദിക്കുന്നത്. ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ചപ്പൻ, സ്വന്തം അപ്പൻ പിറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? പറ, നടത്തുവോ ഇല്ലയോ എന്ന് പറ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളിയല്ല ഞാൻ. എനിക്ക് ഒത്തിരി അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ ചോദിച്ച് ഉറപ്പ് വരുത്തിയാച്ചാ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ വെക്കേഷൻ എൻ്റെ പിള്ളേരുമായിട്ട് വാഗമണ്ണിൽ പോയി, പൈൻ വാലിയിൽ പിള്ളേരകത്തോട്ട് പോയി. ഞാൻ അവിടെ കുത്തി ഇരിക്കുക. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് തോളെ തട്ടിയെ ചോദിച്ചു, ഷമീർ കൊല്ലമാണോ? ഞാൻ പറഞ്ഞു അതെ. യൂട്യൂബിൽ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, വലിയ സന്തോഷമാ.
ഞാൻ സന്തോഷം. ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ? ഞാൻ കോട്ടയം ഭാഗത്താ. ആ, അച്ഛനെ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞാൻ കത്തോലിക്ക പള്ളിയിൽ അച്ഛനാന്ന്. ഞാൻ പറഞ്ഞു, അച്ഛന്മാരൊക്കെ എൻ്റെ പ്രസംഗം നല്ല നല്ല സന്ദേശമല്ലേ, ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. നല്ല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ചോദിച്ചേ, ഈ പെണ്ണിൻ്റെ അപ്പൻ പുറകെ നിന്നുകൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞാൽ നടത്തുമോ? അച്ഛന്മാർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവർ വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? എന്നെ പെണ്ണിനെ പ്രസവിച്ച അമ്മ അവിടെ സമ്മതമാച്ചോ? അവളല്ലേ കെട്ടണമെന്ന് പറഞ്ഞു നിന്ന് അങ്ങോട്ട് നടത്തുവോ? അങ്ങോട്ട് നടത്തുവോ? ഇല്ല. പിന്നെ ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം, എനിക്ക് സമ്മതമാണ്. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, ആ എൻഗേജ്മെന്റിലേക്ക് പ്രവേശിക്കാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല അമ്മാമേ. സ്വന്തം നാവ് കൊണ്ട് ഏറ്റു പറയണം, ഈ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. വേറെ വഴിയില്ല. അപ്പോഴാണ് ഇന്നാൾ വേറൊരുത്തം വന്നിട്ട് ചോദിക്കുക, പാസ്റ്ററെ, അങ്ങനാണ് എനിക്കൊരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പറുദീസയിലിരുത്താന്ന് പറഞ്ഞില്ലേ? ഓരോ ഇടങ്ങേറ് വരുന്ന വഴി നോക്കണം. ഞാൻ പറഞ്ഞു, സോറി ചേട്ടാ, കള്ളനാന്ന് അറിഞ്ഞില്ല, സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞു. കള്ളനും കള്ളിയും ഒന്നും അല്ല പാസ്റ്ററെ, അതല്ലല്ലോ ഉത്തരം. പിന്നെന്താ ചോദ്യം? യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിൻ കീഴെയാണോ മരിച്ചത്, അതോ കൃപായുഗത്തിലാണോ മരിച്ചതെന്ന് പറഞ്ഞേ. അപ്പൊ അതിപ്പോ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാ? മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ എവിടെയാ? ന്യായപ്രമാണത്തിൻ കീഴെയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരെയുള്ള നാം എല്ലാവരും കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇനി പറ, ഇതിലേതിലാ കള്ളം മരിച്ചേ? ന്യായപ്രമാണത്തിൻ കീഴെ ജീവിക്കുന്നവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവനെന്നല്ലേ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശിൽ വെച്ചുണ്ടായി. അതുകൊണ്ട് പറുദീസയിൽ ഇരുത്താമെന്ന് കർത്താവ് പറഞ്ഞു. എന്താ പ്രശ്നം? എന്നാൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും പത്രോസ്ലീഹ പറഞ്ഞതായി ഇപ്പോൾ വായിച്ചത്, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാൻ. അപ്പോഴാ നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ടിരുന്ന് അവൻ പറുദീസയിലും പോകും, നീ നരകത്തിലും പോകും. മനസ്സിലായോ വല്ലോ? വേണ്ട. ഇനി ഈ ക്രൂശിക്കപ്പെട്ട കള്ളൻ നല്ല ഒന്നാം തരം സ്നാനമേറ്റെന്ന് ഞാൻ തെളിയിച്ചാലോ? ആത്മീയ സ്നാനം തെളിയിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 3 വായിക്ക്. സ്നാനം എന്തിനാന്ന് വായിര്. റോമാലേഖനം 6:3 ഒന്ന് വായിച്ചാട്ടോ. സ്നാനം എന്തിനാന്ന് ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ശ്രദ്ധിച്ചേ, നമ്മൾ എവിടെ ചേരാനാ സ്നാനമേറ്റേ? വാ തുറന്ന് പറ. നീ പെന്തിക്കോസി ചേർന്നോടി. പെന്തിക്കോസി ചേരാനല്ല സ്നാനം. പിന്നെന്തിനാ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എന്തിനാ സ്നാനം? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. അങ്ങനാണെങ്കിൽ യേശുവിന്റെ മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യം ആർക്കാ ലഭിച്ചേ? നല്ല ഒന്നാം തരം സ്നാനം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ മറ്റേ കള്ളനോന്ന്? അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാനല്ലേ വചനം. ഒരുത്തനിൽ മാത്രം എന്ത് നടന്നു? മാനസാന്തരം നടന്നു. ഈ ആത്മീയ അർത്ഥത്തിൽ സ്നാനവും നടന്നു. അവൻ പറുദീസയിലും പോയി. നീ അവിടെ ഇരി. മനസ്സിലാകുന്നുണ്ടോ?
അതുകൊണ്ട് പത്രോസ് ലീഗ പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വേദന തോന്നാം, മുറിവ് തോന്നാം. വർഷങ്ങളായി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം തെറ്റാന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാകാം. പക്ഷെ വേദപുസ്തകമാണ് ശരി. ആ സത്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുഞ്ഞു പ്രായം മുതൽ പഠിച്ചു വന്ന ഖുർആനും അതിൻ്റെ വിശ്വാസങ്ങളും ഒരു സമയത്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വരാമായിരുന്നു. പക്ഷേ പുസ്തകം പരിശോധിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ നിത്യതയിലെത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2:38 മുതലാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്ക് വായിച്ച ദൈവദാസനെ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്ന് പറയുക, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ, ദൈവസഭയുടെ തുടക്കം അവിടെ. ആരും പിടിച്ചു വലിച്ചില്ല, ആരും നിർബന്ധിച്ചില്ല, ആരെയും കെട്ടിവലിച്ചുകൊണ്ട് വന്നില്ല, ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയില്ല. കുത്തുകൊള്ളുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം അങ്ങോട്ട് ചെന്നപ്പോൾ കുത്തുകൊണ്ടവരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനമേൽക്കണം. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ച പേരാ എന്തുവാ? സഭ. അപ്പൊ ദൈവത്തിന്റെ സഭ ഏതാ? മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചവിട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ പ്രിയപ്പെട്ടവരെ സഭ. അതിൻ്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, സുരേഷുണ്ട്, നസീറുണ്ട്, നാരായണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, തോമസ് ഉണ്ട്, മമ്മദ് കുട്ടിയുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു വലിയ പുരുഷാരം കുഞ്ഞാട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടെന്ന് യോഹന്നാൻ എഴുതി വച്ചിട്ടില്ലേ വെളിപ്പാടിൽ? ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം എവിടെ എത്തിയിട്ടുണ്ട്? നിത്യതയിൽ എത്തും. സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കും, എത്തും. അങ്ങനെയാണ് നിങ്ങൾ പറ, ഈ പറഞ്ഞ സകല ജാതികളുള്ള ഒരു കൂട്ടം എവിടെയാ ഉള്ളത്? നിങ്ങൾ പറ. ഷമീറും സിയാദും സുരേഷും നസീറും തോമസും നാരായണനും കൃഷ്ണനും മാധവനും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവസഭയാണ്. വേറെ എവിടെ ഉണ്ട് നിങ്ങൾ പറ? ഇവിടുത്തെ ഏതെങ്കിലും ഔദ്യോഗിക പള്ളികളിൽ ഈ മിശ്രിതങ്ങളുണ്ടോ? ഇല്ല. അവർക്ക് സുവിശേഷം പറയുകയും വേണ്ട, മറ്റുള്ളവരാരും ഇങ്ങോട്ട് വരികയും വേണ്ട, ഉപദ്രവം ഏൽക്കരുത്, ഞങ്ങൾ സൈഡിൽ കൂടെ ജീവിച്ചു പോട്ടെ എന്ന് പറയും. ഈ പറയുന്ന എല്ലാ കൂട്ടവും ഉള്ളൊരു കൂട്ടം ഇതേ ഉള്ളൂ. ഈ കൂട്ടം അവിടെ എത്തുമെന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ദൈവസഭ. അപ്പോൾ ഒരൊറ്റ ചിന്തയും കൂടെ പറഞ്ഞ് ഒരുമിച്ച് ആരാധിക്കാം. ചില ആളുകളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഓ നിങ്ങളിപ്പോൾ പറയുന്ന പോലെ കൊട്ടിപ്പാടി കലവില പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേലും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട പരിപാടിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആത്മാവിനെ കയറ്റിവിടാൻ ഇവിടെ വേറെ ആൾ ഉണ്ട്. ഒരു സന്തോഷം. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ ആത്മാവിന് മോക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്നൂടെ പുസ്തകത്തെ നിന്ന് ഒന്ന് വായിച്ചിട്ട്, പ്രസംഗിക്കുന്നില്ല, ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. വായിച്ചാട്ടെ. ലൂക്കോസ് 16:19. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, പുള്ളി വായിക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഒരു കഥയാ.
ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഡെയിലി അടിച്ചു പൊളിച്ച് ആഡംബരത്തോടെ സുഖജീവിതമൊക്കെ നയിച്ചുകൊണ്ട് ജീവിച്ച ഒരടിപൊളി മനുഷ്യൻ. ഓക്കെ, അടുത്തത് ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ. പട്ടുമില്ല, ധൂമ്ര വസ്ത്രവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്തുവാ? വ്രണം നിറഞ്ഞവനായി, ദേഹം മൊത്തം പഴുത്ത് വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. പണ്ടത്തെ വീടുകളിൽ പടിപ്പുര എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പടിപ്പുര അതെന്തിനാ? അടുത്ത വാക്ക്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടുകളിൽ പടിപ്പുര കെട്ടിവെക്കുന്നത് എന്തിനെന്നറിയാമോ? രാത്രി വീട്ടിലുള്ളവർ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആഹാരവുമായി അവർ ഈ പടിപ്പുരയ്ക്കൽ വന്നിട്ട് ചോദിക്കും, അത്താഴ ഭക്ഷണിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കും. കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന അനുഭവത്തെയാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ദരിദ്രൻ ധനവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചു ജീവിച്ച മനുഷ്യൻ. അടുത്തത് നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. കണ്ടോ, ഈ ധനവാൻ ഒരു പനി വന്നാൽ കിംസിന്നും നിംസിന്നും വരും ഡോക്ടർമാർ. ഈ പാവപ്പെട്ടവനെ ചികിത്സിക്കാനോ ഡെയിലി 2 ഡോക്ടർമാർ. ആരാ? ഡോക്ടർ കൈസർ MBBS, ഡോക്ടർ ടിപ്പു MD, ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും നക്കി തുടയ്ക്കുന്ന അവരാ. അങ്ങനെ 2 നായ്ക്കൾ. അടുത്ത വാക്ക്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ഒരു കാര്യം തുരുത്തുമൂലയോട് പറയാം. ധനവാനായാലും ദരിദ്രനായാലും ഒരു കാര്യം ഗ്യാരണ്ടി, മരണം ഒരു നാൾ നിന്റെ ഭവനത്തിലും കടന്നു വരും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നിൽക്കട്ടെ, ഒരാൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം പറ. വെച്ചോണ്ടിരിക്കുവോ? എന്ത് ചെയ്യും മക്കളെ? അടക്കം ചെയ്യും. ഈ ദരിദ്രൻ മരിച്ചപ്പോൾ അടക്കിന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല മാമേ. അതെന്നെ എഴുതാഞ്ഞേ? പട്ടി നോക്കി വഴി കിടക്കുന്നവനെ ആരടക്കാനാ? അല്ല, അടക്കമൊന്നും കിട്ടിയില്ല. ഇന്നും ചിലരങ്ങനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത് എന്തുവാ? ശവക്കോട്ടയുണ്ടോ? വിത്തേരി ഉണ്ടോ? കൊല്ലാൻ വിളിക്കുന്ന പോലെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സംശയം ഉണ്ടോ ചത്തു നോക്കാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഒരു സത്യം മനസ്സിലാക്കണം. എവിടെ അടക്കുമെന്നുള്ളതല്ല വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാ വിഷയം. കേട്ടോ തെളിവ്? ആ ദരിദ്രൻ മരിച്ചു, അടക്കിയെന്ന് പുസ്തകത്തിൽ ഇല്ല. പക്ഷെ എങ്ങോട്ട് പോയി? ദൂതന്മാർ ഇറങ്ങി വന്ന് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറുദീസയിലേക്ക് ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോയി. അടുത്ത വാക്ക്. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചേ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. കാശുള്ളവൻ മരിച്ചപ്പോ എന്ത് കിട്ടി? പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ട് എഴുതി വെച്ച്. കാശുള്ളവൻ മരിച്ചപ്പോൾ നല്ല അടക്കം കിട്ടി. ഈട്ടിത്തടിയുടെ ശവപ്പെട്ടി റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോയി. MLA MP ഒക്കെ വന്നു, നല്ല ബിരിയാണിയൊക്കെ വെച്ച് വിളമ്പി കൊടുത്തു. മനസ്സിലായോ? കുടുംബകല്ലറെ കൊണ്ട് അടക്കി. പക്ഷെ വല്യപ്പൻ എങ്ങോട്ട് പോയി? വായിച്ചേ. അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ വല്യപ്പൻ പാതാളത്തിൽ, നല്ല അടക്കം കിട്ടിയവൻ എവിടെ പോയി? പാതാളത്തിൽ യാതന. പട്ടി നക്കി കിടന്നവൻ എവിടെ പോയി? പറുദീസയിൽ പോയി. ഓർത്തോണം, എവിടെ അടക്കുമെന്നുള്ളതല്ല മാമേ വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാ. ചിലരിങ്ങനെ എൻ്റെ കുടുംബകല്ലറ. പിന്നെ നീ എങ്ങോട്ട് പോകുമെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. പാതാളത്ത് യാതന അനുഭവിക്കാൻ പോയി. അടുത്തത് മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. കുഴി കിടന്നോണ്ട്, യാതനാ സ്ഥലത്ത് കിടന്നോണ്ട് വിളിക്കുക, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം, ലാസറിന്റെ വിരലിന്റെ അറ്റം അവിടെ കാണും വെള്ളം ഇരിപ്പുണ്ട്, അതിനകത്തോട്ടൊന്ന് മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ട, എന്റെ നാക്കിന് തണുപ്പ് കിട്ടാൻ അവനെ അയക്കണമേ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുപ്പുണ്ടെങ്കിലും സാരമില്ല, അവന്റെ വിരൽ മുക്കിയാൽ മതിയെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അമ്മാതിരി പൊള്ളലാ, തീച്ചൂടാ. അടുത്ത വാക്ക്. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് കുഞ്ഞേ. ഞങ്ങൾ ഈ തൊണ്ട കീറി ചങ്ക് പൊട്ടി ആളുകളുടെ പരിഹാസവും നിന്നയും മർദ്ദനവും ചീത്തവിളിയൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തിനാ? രാവിലെ പാല് കാച്ചാൻ ആ ഗ്യാസിലോട്ട് വെക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ അകത്ത് ഈ കുഞ്ഞു വിരലൊന്ന് പൊള്ളിയാൽ സഹിക്കാത്ത നീ ഈ ജ്വാലയിൽ പോയി വീഴാതിരിപ്പാൻ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്ക്. അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും, മോനെ നിന്റെ ആയുസ്സിൽ നീ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചില്ലയോ? അന്ന് നീ നന്മ പ്രാപിച്ചു, ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഈ പാവപ്പെട്ടവൻ എന്തെല്ലാം കഷ്ടം അനുഭവിച്ചെന്ന് നീ ഒന്ന് ഓർക്കാൻ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്ക്. അത്രയുമല്ല, ഇത് കേട്ടിട്ട് പുസ്തകം അടച്ചോ.
ഇത് കേട്ടിട്ട് പുസ്തകം അടച്ചോ. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ദൈവം വലിയൊരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആരാ? ഞങ്ങളും നിങ്ങളും. പാതാളത്തിനും പർദീസയ്ക്കും മധ്യേ ഒരു വലിയ പിളർപ്പ് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് നീ കേട്ടെ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മതി, പുസ്തകം അടച്ചു. മരിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒരു കയറ്റിയിറക്കില്ല. പക്ഷെ നിന്നെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ വേണ്ടപ്പെട്ടവർ വന്ന് ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൈക്കൊള്ളണമെന്ന് പറഞ്ഞാൽ കയറ്റി വിടുമെന്ന്. മരിച്ചു കഴിഞ്ഞ് നടക്കത്തില്ല. മനസ്സിലായോ? ഹലോ, നിങ്ങളെ വീട്ടിൽ വാഴയുണ്ടല്ലോ, വാഴയ്ക്ക് കൊല വിളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വെട്ടും. വെട്ടിക്കൊണ്ടുവന്ന് അടുപ്പിൻ്റെ പുറത്ത് വെക്കുമ്പോൾ ആരെങ്കിലും പറയോ ഇതിന് തീരെ വലിപ്പം പോരാ, യൂറിയ തളിക്കാഞ്ഞ് എന്താന്ന്, എന്നാലല്ലേ വലിപ്പം കിട്ടൂ. സാരമില്ല, കൊലയല്ലേ വെട്ടിയുള്ളൂ, പിണ്ടി പറമ്പിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി പിണ്ടിയുടെ വാഴത്തടയുടെ തടവൊക്കെ വൃത്തിയാക്കി വെച്ച് അവിടെ നിന്നുകൊണ്ട് അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്കും പറമ്പിൽ നിൽക്കുന്ന പിണ്ടിക്കും വേണ്ടി ഞാനിതാ യൂറിയ തളിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്ക് വണ്ണം വെക്കുമോ? പറ. വല്ലതും ചെയ്യുന്നെങ്കിൽ എപ്പോൾ ചെയ്യണമായിരുന്നു? കൊല വാഴ നിൽക്കുമ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പം വേർപെട്ടു പോയി. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഇത് വെറും വാഴപ്പിണ്ടി. മനുഷ്യനെടുത്ത് കുഴിച്ചിടുന്ന, കത്തിച്ച് കളയുന്ന വെറും വാഴപ്പിണ്ടി. ഈ പിണ്ടിക്കിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന പൊട്ടത്തരം വിട്ടേച്ച് ഇന്ന് രാത്രി തിരുവചനം പറയുക, മരിച്ചിട്ടല്ല ജീവിച്ചിരുന്ന എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല.